നിങ്ങൾ 4 പേരുടെയും ജീവൻ അപകടത്തിൽപ്പെടേണ്ട ഒരു കേസിട്ടാണ്. ഗുരുതരമായ ഒരു അപകടത്തിലേക്ക് പോകേണ്ടിയിരുന്നതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് അടുത്ത വർക്ക്ഷോപ്പിൽ കാണിക്കുക. ഇത് ദീർഘദൂരം ഓടാൻ പറ്റത്തില്ല. ഇനി പോയി കഴിഞ്ഞാൽ വലിയൊരു അപകടത്തിലേക്കായിരിക്കും മോൻ ചെന്ന് ചാടുന്നത്. പിഴ ചുമത്തൽ മാത്രമല്ല തങ്ങളുടെ ജോലിയെന്ന ഒരിക്കൽ കൂടി കാട്ടിത്തരികയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പത്തനംതിട്ട അടൂർ എൻഫോഴ്സ്മെന്റ് MVI പ്രജു TSന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് തൊട്ട് മുൻപിലായി പോകുന്ന മിനി ലോറിയുടെ പോക്കിൽ അസ്വാഭാവികത തോന്നുന്നത്. തുടർന്ന് ഉദ്യോഗസ്ഥർ ഈ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ആ വാഹനത്തിന്റെ ലീഫ് സ്പ്രിംഗ് ഒടിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് കണ്ടെത്തുന്നത്. ഈ വാഹനത്തിന്റെ ഡ്രൈവറോ വാഹനത്തിലുണ്ടായിരുന്ന മറ്റാളുകളോ ഇത് തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് ഉദ്യോഗസ്ഥർ തന്നെ ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. വലിയ ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയാണ് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലിലൂടെ ഒഴിവായത്. ഇതിനുശേഷം ഉദ്യോഗസ്ഥർ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ വാഹനം സുരക്ഷിതമായി തൊട്ട് സമീപത്തുള്ള മറ്റൊരു വർക്ക്ഷോപ്പിലേക്ക് മാറ്റുകയും ചെയ്തു. എന്താണെങ്കിലും ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും പങ്കുവച്ചിട്ടുണ്ട്. ഈ വണ്ടി ഓടിച്ചിട്ട് ഇത് മനസ്സിലായില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. ഇതൊരു ഗുരുതരമായ ഒരു അപകടത്തിലേക്ക് പോകേണ്ടിയിരുന്നതാണ്. ഇതിപ്പോൾ അതിൽ ടച്ച് ചെയ്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ പീസിൽ ടച്ച് ചെയ്ത് നിന്നതുകൊണ്ടാണ് ഇതൊരു വലിയൊരു അപകടത്തിലേക്ക് പോയത്. നിങ്ങളുടെ 3 പേരല്ലേ വണ്ടിയിൽ? നിങ്ങൾ 4 പേര്. നിങ്ങൾ 4 പേരുടെയും ജീവൻ അപകടത്തിൽപ്പെടേണ്ട ഒരു കേസിട്ടാണ്. ഇതിനി ഈ നെക്സ്റ്റ് ഒരു പൊട്ടലൂടെ പൊട്ടിക്കഴിഞ്ഞാൽ ഈ വീല് ബാക്കിലോട്ട് മറിയേണ്ട ഒരു അവസ്ഥയാണ്. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, റോഡിൽ ഫൈൻ അടിക്കൽ മാത്രമാണോ ജോലി? നിങ്ങൾ നോക്കൂ, ഇത് ഞങ്ങളുടെ സൂക്ഷ്മമായ ഒരു നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വണ്ടി കൈ കാണിച്ച് നിർത്തേണ്ടി വന്നത്. മോനെ, ഇത് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത്. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് അടുത്ത വർക്ക്ഷോപ്പിൽ കാണിക്കുക. ഇത് ദീർഘദൂരം ഓടാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഓഫീസിലേക്ക് വിളിച്ച് കാര്യം അടുത്ത വർഷത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇനി പോയി കഴിഞ്ഞാൽ വലിയൊരു അപകടത്തിലേക്കായിരിക്കും മോൻ ചെന്ന് ചാടുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ഞങ്ങൾ പതിപോലുള്ള റൂട്ടീൻ ചെക്കിങ് ഞങ്ങൾ പലപ്പോഴും ഫൈൻ അടിക്കുന്ന ആൾക്കാരായിട്ടാണ് ഞങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഫൈൻ അടി മാത്രമല്ല, ഇപ്പോൾ റോഡിൽ നിരവധി ഹസാർഡുകൾ, അപകടം ഉണ്ടാകുന്ന നിരവധി ഹസാർഡുകൾ, അതുപോലെ ഈ പോകുന്ന ഓരോ വണ്ടികളും ഞങ്ങൾ പെട്രോളിങ്ങിനിടയിൽ ചെക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഈ ബാക്കിൽ നിന്ന് നോക്കിയപ്പോൾ ഈ ഒരു വാഹനം ചെറിഞ്ഞിറങ്ങി പോകുന്നത് കണ്ടു. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി വാഹനം കൈ കാണിച്ചു നിർത്തി. അപ്പൊ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ വാഹനത്തിന് അതേണ്ട ലീഫ് സ്പ്രിംഗ് ഇവിടെ വെച്ച് പൊട്ടിയിരിക്കുകയാണ്. ഇപ്പൊ ഇത് ആ ഒരു സപ്പോർട്ടിൽ താങ്ങി നിന്നതിന്റെ പേരിൽ മാത്രമാണ് ഇതൊരു വലിയൊരു അപകടം ഉണ്ടാകാതിരുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇത് നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത്. വീണ്ടും അവിടെ നിന്ന് പൊട്ടി ഇത് ബാക്കിലേക്ക് മാറി ഗുരുതരമായ ഒരു ആക്സിഡന്റ് ഉണ്ടാവേണ്ട ഒരു കേസായിട്ടാണ്. ഇതിപ്പോ ഞങ്ങൾക്ക് ആ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് വാഹനം കണ്ടു നിർത്തുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഉണ്ടായത്. ഇദ്ദേഹമായിരുന്നു ഇതിന്റെ ഡ്രൈവർ. നിങ്ങൾ എവിടെ നിന്ന് വണ്ടി എടുത്തത്? ഈ വണ്ടി ചെറിഞ്ഞു പോയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലല്ലേ? ഇതൊന്നും ചെയ്തൊന്നുമില്ലല്ലോ. നോക്കിയില്ല. അപ്പോ ഇത് എല്ലാ വാഹനം ഓടിക്കുന്ന ആൾക്കാർക്കും ഇതൊരു പാഠമാണ്. രാവിലെ വാഹനം ഓടിക്കുമ്പോൾ നിരവധി പരിശോധനകൾ ആവശ്യമാണ്. ഇത് കേരള MVDയുടെ പേജിൽ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും MVD കേരളയുടെ പേജ് സന്ദർശിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്രിലിമിനറി ഇൻസ്പെക്ഷൻ നടത്തുന്നതെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇതിന് കണ്ടുപിടിക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് ഞങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ കൺമുന്നിൽ നടക്കാതെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ളത്. വാഹനം ഓടിക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും അത്രത്തോളം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അത് വലിയ അപകടത്തിലായിരിക്കും കലാശിക്കുക. വാഹനത്തെ അറിഞ്ഞോടിക്കുക, അപകടം ഒഴിവാക്കുക എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. പ്രജു TS എന്ന ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രജു വള്ളികുന്നം എന്ന അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിട്ടുള്ള പല വീഡിയോസും ഇതിനു മുൻപും വലിയ രീതിയിൽ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്.